എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പോപ്പയ ഫിഷ് ഫ്രൈ. പോപ്പയ ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോപ്പയ നല്ല പരിചയമായിരിക്കും. പോപ്പയ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്പിനാച്ചാണ് എനർജിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫിഷ് ഫ്രൈയുടെ പുറത്ത് സ്പിനാച്ച് വെച്ച് റാപ്പ് ചെയ്ത് അടിപൊളി ഒരു ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇൻഗ്രീഡിയൻസും അതിൻ്റെ റെസിപ്പി ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ്. അതുപോലെ തന്നെ നല്ല സ്പിനാച്ച് വെച്ച്, അതായത് നമ്മുടെ പാലക്ക് ചീര വെച്ച് റാപ്പ് ചെയ്ത്, നമുക്ക് സാധാരണ കിട്ടുന്ന ചീരയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ചീരയോ ഒക്കെ വെച്ച് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫിഷ് എടുക്കുക, ഫിഷ് കട്ട് ചെയ്യുക. വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് റാപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഞാൻ ഒരു മൊത്തം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിരുന്നു. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ ഉളുപ്പും മണമൊക്കെ മാറിക്കിട്ടും. അതിലേക്ക് മഞ്ഞപ്പൊടി കളറിനും അതിൻ്റെ വിഷാംശമൊക്കെ പോകാൻ നല്ലതാണ്. അതുപോലെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടിക്ക് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 ടീസ്പൂൺ ഓയിൽ, ഉപ്പ് ആവശ്യത്തിനെന്ന് പറയുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പ് യൂസ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ടതിന് ശേഷം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു മണിക്കൂർ നേരമെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ആ മസാലയൊക്കെ അതിൻ്റെ അകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു പാൻ എടുക്കുക, പാൻ ചൂടാക്കുക. അതിലിതാ സ്പ്രിംഗ് ഓണിയൻസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ അത് പാനിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനും അതിൻ്റെ ആ ഫ്ലേവർ ഫിഷിലേക്ക് വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ വെച്ച് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ഇല്ലാതെയും ഇത് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫിഷെല്ലാം ഒരു സൈഡ്, ആ സ്കിന്നുള്ള സൈഡ് ആദ്യം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. 2 സൈഡും സ്കിന്നുള്ളതാണെങ്കിൽ ഏത് സൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പം നമ്മളത് തിരിച്ചിട്ട് കൊടുക്കണം. സ്പ്രിംഗ് ഓണിയൻ അടിയിൽ തന്നെ വരുന്ന രീതിയിൽ വേണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്പ്രിംഗ് ഓണിയൻ്റെ ഫ്ലേവറൊക്കെ അതിൽ നിന്നും നമ്മുടെ ഫിഷിലേക്ക് നന്നായി പിടിക്കും. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫിഷ് മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല ഫ്ലേവറാണ്. ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെയും കുരുമുളകിൻ്റെയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയെല്ലാത്തിൻ്റെയും കൂടെയോ ആ മിക്സ് ആയിട്ടുള്ള ആ ഫ്ലേവറിൻ്റെ മണം, ആഹാ സൂപ്പർ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം വേണം നമുക്ക് സ്പിനാച്ച് ഇതിലേക്ക് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പിനാച്ചിൻ്റെ ഇല മാത്രമായിട്ട് കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുത്ത ഇല നമ്മൾ ഇതിലേക്ക് റാപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫിഷ് നന്നായിട്ട് വെന്തതിന് ശേഷം വേണം നമുക്ക് ഇത് റാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിനാച്ചിൻ്റെ ഇല പെട്ടെന്ന് വെന്ത് വരും. ഇതുപോലെ നമ്മൾ സ്പിനാച്ചിൻ്റെ ഇല മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പം അത് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ആ സ്പിനാച്ചിൻ്റെ ഇലയെല്ലാം അതിലേക്ക് ഒട്ടിപ്പിടിച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പിനാച്ച് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളിത് തിരിച്ചിടുമ്പം ശ്രദ്ധിക്കണം, ആ സ്പിനാച്ച് അതിൽ നിന്നും വിട്ടുപോകാതെ പയ്യെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ തിരിച്ചിട്ട് 2 സൈഡും സ്പിനാച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുത്ത ഫിഷ് നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ആ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം ആ സ്പിനാച്ച് അതിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പം അത് ഒരു ചെറിയ ക്രിസ്പി ആയിട്ടുള്ള സ്പിനാച്ചായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ വളരെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.